ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കോംബോ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതും കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ ചെറിയ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഈസ്റ്റെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 3 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം കറക്റ്റ് അളവുണ്ടായി. എനിക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളമോ അതുപോലെ തന്നെ മൈദയൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. അപ്പോൾ ഇതാ ഒരു 2-3 മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം. അതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ചെറിയ കുബൂസാണല്ലോ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളത് ഇങ്ങനെ എന്താ പറയുക പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 ബോൾസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയും ആക്കാട്ടോ, അല്ലെങ്കിൽ നോർമലി നമ്മൾ കുബൂസിൻ്റെ സൈസിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഓരോരോ ബോളാക്കിയിട്ട് ഇതിപ്പോൾ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര തിന്നുമല്ല ഭയങ്കര തിക്കുമല്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. കുബൂസിലുണ്ടാക്കുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഇതാ ചെറുതായിട്ട് കുറേ പരത്തിയെടുക്കുന്നതിന് പകരമായിട്ട് വലുതായിട്ട് പരത്തിയിട്ട് നമുക്ക് അനുസരിച്ചിട്ടുള്ളൊരു സൈസിൽ എന്തെങ്കിലും ഇതുപോലെ കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ പരത്തിയെടുത്തതിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത് കുറച്ച് പണിയാണ്. നമുക്ക് നോർമൽ കുബൂസ് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഇതിൽ എളുപ്പത്തിൽ വേഗം പരത്തിയെടുക്കാൻ പറ്റും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഞാനിപ്പം ഫ്രൈ പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് കുക്കായി വരുമല്ലോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ ബട്ടറിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്തോട്ടാ 2 സൈഡിലും ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടറിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിന് പറ്റിയൊരു കറി ഉണ്ടാക്കലാണ് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നാൽ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കുറച്ച് പുതിനയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇതിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 8-10 കാഷ്യും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ചിക്കൻ ഹരിയാലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലില്ലേ അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കൻ ചെറുതായിട്ട് കുക്കായി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു 1/2 കപ്പിനടുത്തുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ തൈരെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 സ്പൂണ് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, അതും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതാ ഈ ഒരു ചിക്കൻ ഹരിയാലി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറിലും അതുപോലെ തന്നെ ഇത് കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അത്ര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്ക്. ഈ ഒരു കോംബോയും അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.